everyone, welcome back to our channel IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെക്ടേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് എക്കോണമി. സോ ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. സെക്ടേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് എക്കോണമി. ഏതെല്ലാമാണ് എക്കണോമീസിൻ്റെ സെക്ടേഴ്സ് അഥവാ ടൈപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സെക്ടർ. സോ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണം മൈനിങ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഓയിൽ എക്സ്പ്ലോറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. ആൻഡ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിൻ്റെ ഒരു സബ് ഡിവിഷനാണ് അഗ്രികൾച്ചർ, അതായത് സബ് സെക്ടറാണ്. അഗ്രികൾച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പ്രൈമറി സെക്ടർ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പ്രൈമറി സെക്ടറിൻ്റെ ഉദാഹരണമല്ല, മറിച്ച് പ്രൈമറി സെക്ടറിൻ്റെ ഒരു സബ് ഡിവിഷൻ അല്ലെങ്കിൽ സബ് സെക്ടറാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി സെക്ടറിനെ പിന്നെ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പ്രൈമറി സെക്ടറിൽ എല്ലാ രാജ്യത്തും ഏറ്റവും കൂടുതൽ നടക്കുന്നത് അഗ്രികൾച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല സിറ്റുവേഷൻസിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോഴേ അത് അഗ്രികൾച്ചറായി കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തതായി, ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിൽ 50% പ്രൈമറി സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എക്കോണമിയെ, ആ ഒരു രാജ്യത്തിൽ അഗ്രേറിയൻ എക്കോണമിയാണ് എന്ന് പറയാൻ സാധിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത എല്ലാ റോ മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റീസാണ് സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഇതിനെ നമ്മൾ എന്തെന്നും പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നുണ്ട്. ഇനി എപ്പോഴാണോ നാഷണൽ ഇൻകത്തിൻ്റെ 50% ഈ സെക്കൻഡറി സെക്ടർ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ ഒരു സാഹചര്യത്തിൽ ആ എക്കോണമിയെ നമ്മൾ ഇൻഡസ്ട്രിയൽ എക്കോണമി എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ സെക്കൻഡറി സെക്ടറിൻ്റെ ഒരു സബ് ഡിവിഷനാണ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ദ തേർഡ് വൺ ഈസ് ടെറിഷറി സെക്ടർ. ടെറിഷറി സെക്ടറിൽ ഉൾപ്പെടുന്നത് എന്താണ്? സർവീസ് ആണ്. സർവീസ് എന്ന് പറയുമ്പം എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ടെറിഷറി സെക്ടറിൽ വരുന്നത്. ആൻഡ് ഓൾസോ നാഷണൽ ഇൻകത്തിൻ്റെ 50% ടെറിഷറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ എക്കോണമിയെ നമ്മൾ സർവീസ് എക്കോണമി എന്ന് പറയുന്നു. സോ സാധാരണയായി എല്ലാ ടെക്സ്റ്റുകളിലും പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സാണ് കാണാറ്. ആൻഡ് ഓൾസോ അതിനോടൊപ്പം തന്നെ 2 സെക്ടേഴ്സ് കൂടി പറയുന്നുണ്ട്. ദ ഫോർത്ത് വൺ ഈസ് ക്വാട്ടർണറി സെക്ടർ. ക്വാട്ടർണറി സെക്ടർ എന്ന് പറയുമ്പം അതിനെ നമ്മൾ നോളജ് സെക്ടർ എന്ന് പറയുന്നു. നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്വാട്ടർണറി സെക്ടർ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ്, റിസർച്ച്. സോ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? നോളജുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഈ ക്വാട്ടർണറി സെക്ടറാണ്. കാരണം എന്താണ്? അത്രയും എഡ്യൂക്കേഷന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, ഒരുപാട് റിസർച്ച്, ഒരുപാട് ഇന്നോവേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു രാജ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ സാധ്യമാകുന്നു. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ക്യുനറി സെക്ടർ. ക്യുനറി സെക്ടർ എന്ന് പറയുമ്പം ടോപ്പ് ഡിസിഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ടോപ്പ് ഡിസിഷൻ എടുക്കുന്ന ഡിസിഷൻ മേക്കേഴ്സിനെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെക്ടറാണ് ക്യുനറി സെക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ, അല്ലെ ആ രാജ്യം ഉയർച്ചയിലേക്ക് പോകണോ അല്ലെങ്കിൽ താഴ്ചയിലേക്കാണോ പോകേണ്ടത്, അല്ലെ ഒരു രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. സോ അതെല്ലാം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഗവൺമെൻറ്, ബ്യൂറോക്രസി അല്ലെങ്കിൽ വലിയ വലിയ പ്രൈവറ്റ് കമ്പനീസ്, അല്ലേ? അപ്പം അത്തരത്തിലുള്ള ആൾക്കാരാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ അത്തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് തന്നെ അവരുടെ എണ്ണം എന്താണ്? വളരെ കുറവാണ്, അല്ലേ? ഒരു ഗവൺമെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ യോഗ്യരായിട്ടുള്ളവർ. ആൻഡ് ഓൾസോ ഒരു പ്രൈവറ്റ് കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ CEO, അപ്പോൾ അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ അവരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ്. കുറവായിരുന്നാൽ പോലും നമ്മുടെ സോഷ്യോ എക്കണോമിക് പെർഫോമൻസിൻ്റെ ബ്രെയിൻ എന്ന് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിസിഷൻ മേക്കേഴ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ഇത്രയുമാണ് സെക്ടേഴ്സ് ആൻഡ് ടൈപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ സെക്ടേഴ്സ് ഒക്കെയും വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള വളർച്ചയെ പറ്റി പറയുന്നുണ്ട്, അതായത് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അത്തരത്തിലൊരു തിയറി കൊണ്ടുവന്നത് റോസ്റ്റോ ആണ്. റോസ്റ്റോ ഈ ഒരു തിയറി കൊണ്ടുവന്നത് 1960s അദ്ദേഹം പറയുന്നത് ഒരു രാജ്യം പുരോഗമിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തുന്നത് 3 സെക്ടേഴ്സിലൂടെയാണ്. അതായത് ഒന്നാമതായിട്ട് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സെക്ടർ. അഗ്രികൾച്ചറിൽ നിന്നും നേരെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും അവിടെ നിന്ന് നേരെ സർവീസ് സെക്ടറിലേക്കുമാണ് ഓരോ രാജ്യവും എന്ത് ചെയ്യുന്നത്? ഗ്രോത്ത് കാണിക്കുന്നത്.
എന്നാൽ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഈ ഒരു 3 സെക്ടേഴ്സിലൂടെ ഒരു രാജ്യം വളരുന്നു എന്ന് പറയുന്ന 5 ഘട്ടങ്ങളിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സൊസൈറ്റി. അതായത് എന്താണ്, ഒരു രാജ്യത്തിൻ്റെ പ്രൈമറി സെക്ടർ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രികൾച്ചറാണ്. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ട്രാൻസിഷണൽ സ്റ്റേജ് ആണ്. അതായത് കുറച്ചൊക്കെ അഡ്വാൻറ്റേജസ് കൊണ്ടുവരാൻ വേണ്ടി, കുറച്ചൊക്കെ ഒരു പുരോഗമനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് രണ്ടാം ഘട്ടം. ആൻഡ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് മൂന്നാം ഘട്ടത്തിലേക്ക് എന്തൊരു ടേക്ക് ഓഫ് വരെയാണ്, ഒരു ചെറിയ രീതിയിലൊരു ഉയർച്ച കാണിക്കുകയാണ്. ആൻഡ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഡ്രൈവ് ടു മെച്യൂരിറ്റി, ആ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് നല്ല രീതിയിലൊരു ഉയർച്ചയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഹൈ മാസ് കൺസപ്ഷൻ. അല്ലേ, ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് നല്ല രീതിയിലൊരു കൺസപ്ഷൻ സ്റ്റേജിലേക്ക്, ഒരു ലെവലിലേക്ക് എത്തുന്നതാണ് ആ 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റോസ്റ്റോവ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, വിയറ്റ്നാം, ഈ രാജ്യങ്ങളൊന്നും ഈ ഒരു 3 ഘട്ടങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 സെക്ടേഴ്സിൽ 5 ഘട്ടങ്ങളിലൂടെയൊന്നുമല്ല വളർന്നു വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും നേരെ സർവീസ് സെക്ടറിലേക്കാണ് ഗ്രോത്ത് കാണിച്ചത്. അതായത് അഗ്രികൾച്ചർ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലൂടെ ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. സോ നേരെ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും അത് പിന്നീട് സർവീസ് സെക്ടറിലേക്കാണ് ഇന്ത്യൻ എക്കോണമി മാറിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്ടേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് എക്കോണമിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ നമുക്ക് പോയിന്റ്സ് ഒന്ന് വേഗം റീകളക്ട് ചെയ്യാം. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൈനിങ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ഓയിൽ എക്സ്പ്ലോറേഷൻ ഒക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. പ്രൈമറി സെക്ടറിൻ്റെ ഒരു സബ് സെക്ടറാണ് അഗ്രികൾച്ചർ. നാഷണൽ ഇൻകത്തിൻ്റെ 50% പ്രൈമറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിനെ അഗ്രേറിയൻ എക്കോണമി എന്ന് പറയുന്നു. സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ദിസ് സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. നാഷണൽ ഇൻകത്തിൻ്റെ 50% സെക്കൻഡറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ എക്കോണമി എന്ന് പറയുന്നു. ആൻഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി സെക്ടറിൻ്റെ ഒരു സബ് ഡിവിഷനാണ്. ദ തേർഡ് വൺ ഈസ് ടെറിഷറി സെക്ടർ. ടെറിഷറി സെക്ടറിൽ സർവീസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് നാഷണൽ ഇൻകത്തിൻ്റെ മിനിമം ഒരു 50% ടെറിഷറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ എക്കോണമിയെ നമ്മൾ സർവീസ് എക്കോണമി എന്ന് പറയുന്നു. ഫോർത്ത് വൺ ഈസ് ക്വാട്ടർണറി സെക്ടർ. അതിനെ നോളജ് സെക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. എഡ്യൂക്കേഷൻ, റിസർച്ച്, ഡെവലപ്മെൻറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നു. ആൻഡ് ഈ ഒരു സെക്ടറിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ ഫിഫ്ത്ത് വൺ ഈസ് ക്യൂനറി സെക്ടർ. ഇതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗവൺമെൻറ്, ദാറ്റ് ഇസ് ബ്യൂറോക്രസി, ദെൻ പ്രൈവറ്റ് കോർപ്പറേറ്റ്സ്, ഇതെല്ലാമാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. ആൻഡ് ഓൾസോ സോഷ്യോ എക്കണോമിക് പെർഫോമൻസിൻ്റെ ബ്രെയിൻ എന്ന് കൂടിയാണ് ഡിസിഷൻ മേക്കേഴ്സിനെ നമ്മൾ പറയുന്നത്. ഈ 5 സെക്ടേഴ്സിൻ്റെയും സ്റ്റേജസ് ഓഫ് ഗ്രോത്തിനെ പറ്റിയിട്ട് ഒരു മോഡൽ, അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്നുള്ളൊരു തിയറി കൊണ്ടുവന്നത് റോസ്റ്റോ ആണ്. റോസ്റ്റോ ഈ ഒരു തിയറി കൊണ്ടുവന്നത് 1960s അദ്ദേഹം പറയുന്നത് ഒരു 5 ലീനിയർ സ്റ്റേജസിലൂടെ 3 സെക്ടേഴ്സിലൂടെയാണ് നമ്മുടെ രാജ്യങ്ങളൊക്കെയും ഗ്രോത്ത് കാണിക്കുന്നത്. 3 സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്. ഈ 3 സെക്ടേഴ്സും 5 ഘട്ടങ്ങളായിട്ട്, 5 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ട്രഡീഷണൽ സൊസൈറ്റി, ദെൻ ട്രാൻസിഷണൽ സ്റ്റേജ്, ദെൻ ദ തേർഡ് വൺ ഈസ് ടേക്ക് ഓഫ്, ഫോർത്ത് വൺ ഈസ് ഡ്രൈവ് ടു മെച്യൂരിറ്റി, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഹൈ മാസ് കൺസപ്ഷൻ. സോ ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് ഓരോ രാജ്യങ്ങൾ ഉയരുന്നതെന്നും ആൻഡ് ഇതിൽ നിന്നും എക്സെപ്ഷൻ അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഇന്തോനേഷ്യ, ദെൻ ഫിലിപ്പീൻസ്, വിയറ്റ്നാം, തായ്ലൻഡ്, ഇതൊക്കെയും എക്സെപ്ഷണൽ കേസാണ്. കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നേരെ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും പിന്നീട് സർവീസ് സെക്ടറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. So that's all about sectors and types of economy. Stay tuned to this channel for more videos.